എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിത് അന്ന് ഇരിങ്ങാലക്കൂടെ പോയിപ്പോൾ ബ്രൈഡൽ വേവ് റെഡ് ആണ് കേട്ടോ. അത് അതായത് ബീട്രൂട്ട് പെറ്റോണിയാണ്. ഒരു ചട്ടി നിറച്ചുണ്ടായിരുന്നു. നിങ്ങളോട് ഞാൻ പറഞ്ഞ് നാളെ കാണിച്ചു തന്നായിരുന്നു. ഇത് ഞാൻ പൂ കണ്ടു വാങ്ങിയതാണ് കേട്ടോ. നിറച്ച് പൂക്കളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പോകുന്ന വഴിക്കൊക്കെ കുറച്ച് അടന്നു പോയി. എന്നിട്ട് ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അതൊക്കെ ഞാൻ ഒടിച്ച് നട്ടായിരുന്നു. ഇതൊക്കെ പിടിച്ച് ഇത്രയായിട്ടോ. ഏകദേശം ഒരു 2 ആഴ്ച ആയിട്ടുള്ളൂ. കണ്ടോ, അതൊക്കെ പിടിച്ചിട്ടുണ്ട് തൈകൾ. അപ്പം ഞാൻ ഇതിനകത്ത് നിന്ന് ഈ വലിയ തൈകളൊക്കെ നോക്കി ഞാൻ നടാണ് കേട്ടോ. വലിയ തൈകളൊക്കെ നോക്കി നമുക്ക് നടാം. അപ്പം നമ്മൾ അതിനായിട്ട് കുറച്ച് ചട്ടികളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. തൂക്കുചട്ടികൾ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിനകത്ത് ഹോളിടായി തന്നെ നന്നായിട്ട് ഹോളിടണം. അപ്പം നമ്മളിങ്ങനെ നന്നായിട്ട് ഹോള് ഉണ്ടോ, ഇങ്ങനെ നല്ല ഹോളിടണം കേട്ടോ. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഹോളിട്ടിട്ടുണ്ട്. അതായത് നമ്മുടെ പിറ്റോണിയ നടുമ്പോൾ ഒരിക്കലും വെള്ളം ചോർന്ന് പോവാതിരിക്കരുത്. നല്ല ഡ്രൈനേജ് ഉണ്ടാവണം. നല്ല ഹോളുള്ള ചട്ടിയിലാണ് നമ്മൾ പിറ്റോണിയ നടാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ എനിക്ക് ഇത് ഈ പോട്ട് നിറച്ചുണ്ടായിരുന്നു, ഒരുപാടുണ്ടായിരുന്നു. പോകുന്ന വഴിക്ക് ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ പോകുന്ന വഴിക്ക് കുറേ ഒടിഞ്ഞു പോയായിരുന്നു. അപ്പോൾ ഇത് ചട്ടിക്ക് പൂക്കൾ കണ്ട് ഞാൻ വാങ്ങിയപ്പോൾ 350 രൂപ എന്നോട് പറഞ്ഞത് ഒരു ചട്ടിക്ക്. ഈ ചട്ടി ഉൾപ്പെടെ 350 രൂപ ആട്ടോ പറഞ്ഞത്. അപ്പോൾ 350 പറഞ്ഞെങ്കിലും ഞാൻ അപ്പം മേടിച്ചായിരുന്നു. എന്നിട്ട് പോകുന്ന നേരത്ത് എൻ്റെ കയ്യിൽ നിന്ന് 300 രൂപ വാങ്ങിയുള്ളൂ കേട്ടോ. അപ്പോൾ എനിക്ക് വളരെ ലാഭമായി. ഇപ്പം സന്തോഷമായിട്ട് തന്നാ ചേച്ചി കേട്ടോ. അപ്പോൾ നമുക്കിത് നടാം. അപ്പം ഇനിയും ഇതിനകത്ത് നമ്മൾ പോട്ടി മിക്സ് നമ്മൾ വാങ്ങിയതാണ് കേട്ടോ. പോട്ടി മിക്സ് നമ്മൾക്കിത് എല്ലാവരും കൂടി ചേർന്ന് വളം നമ്മൾ മേടിച്ചേർന്നതാണ് കേട്ടോ. മണ്ണും പോട്ടി മിക്സ് എല്ലാം ഉൾപ്പെടെ ഉള്ളതാണ് മേടിച്ചേക്കണേ. അപ്പോൾ അതിനകത്ത് നമ്മൾ കുറച്ച് സാഫ് കൂടി നമ്മൾ ആഡ് ചെയ്യാണ്. സാഫ് ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മളിനി അത് ഒന്നുകൂടി അതവിടെ മിക്സ് ആക്കണം. അപ്പോൾ അതേ നമ്മളിതേ പൊട്ടി മിക്സ് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളുണ്ടല്ലോ ഏറ്റവും വലിയ പ്ലാന്റായിട്ട് നമ്മൾ ഇതിനകത്ത് എടുക്കാൻ പോണത്. ഏറ്റവും വലുതായത് ഇത് പിടിച്ചില്ല. ഇതേ പതുക്കെ കട വേര് ഇളകാണ്ട് പതുക്കെ എടുക്കണം കേട്ടോ. ഞാനത് തലപ്പൊടിച്ച് കുത്തിയതാണ്. ഇതൊക്കെ 2 ആഴ്ച കൊണ്ട് ഈ പെറ്റോണി ഇത്ര ആയിട്ടോ. കണ്ടോ, നന്നായിട്ട് വേര് വന്നു. അപ്പം നമ്മളിതിനകത്ത് നടാണ്. ഞാനപ്പോൾ തോരനല്ല കേട്ടോ, 2 എണ്ണം നടണ്ട് കേട്ടോ. 2 എണ്ണം നട്ടേക്കാം. അപ്പം ശരിക്കും നല്ല തിക്കായിട്ട് പൂക്കളുണ്ടാകുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. അപ്പം അതേ ഇതൊന്നുണ്ടോ, ഞാൻ നട്ടതെല്ലാം പിടിച്ചു കേട്ടോ. നല്ല സന്തോഷത്തോടെ തന്ന സാധനമാണ്. അപ്പം നമുക്കത് അതേപോലെ തന്നെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ നമ്മൾ നട്ടിട്ടുണ്ട്. നമ്മളുണ്ടല്ലോ മണ്ണിന് അല്പം നനവുണ്ട്. അപ്പോൾ നമ്മളിത് ഇത് സാഫ് കുറച്ച് ഇട്ടിട്ട് വെള്ളത്തിൽ കലക്കിയേക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വെള്ളമാണ് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കണേ. നമ്മളിത് ബാക്കിയുള്ളതൊക്കെ നമ്മൾ നടാട്ടോ. നട്ടിട്ട് നമുക്ക് ഹാങ് ചെയ്തിടണം. പുതിയ സ്ഥലത്ത് നമുക്ക് ഇടാനുള്ളതാണ് കേട്ടത്. അപ്പോൾ അതേ നമ്മളിത് എല്ലാം ഇവിടെ തൂക്കിയിടാണ് കേട്ടോ. ദേ നമ്മൾ തൂക്കിയിട്ടോ. നമ്മൾ ഇങ്ങനെയാണ് തൂക്കിയിടണേ. ഈ അടിയിൽ ഇങ്ങനെ നേരെ തൂക്കിയിടാൻ കേട്ടോ എല്ലാനും. അപ്പോൾ നമ്മൾ ബാക്കിലത്തേക്കും തൂക്കാം, എന്നിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ ദേ നമ്മുടെ പിറ്റോണികളെല്ലാം നമ്മൾ തൂക്കിയിട്ടോ. എല്ലാം ഇല്ല, ഇനി നടാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ തൽക്കാലം ഇത്ര നമ്മൾ പുതിയ പോട്ടുകൾ മേടിച്ച് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഓരോ സൈഡ് നിങ്ങൾ സെറ്റ് ചെയ്ത് വരാൻ കേട്ടോ. അപ്പോൾ ദേ ഇതിനകത്ത് പൂക്കളൊക്കെ ഉണ്ട്. ഇതൊക്കെ നല്ല ഭംഗിയുള്ള പൂക്കളാണ് കേട്ടോ അത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം കേട്ടോ.